നമസ്കാരം. ശബരിമലയിൽ നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന സ്വർണ്ണമോഷണവും ആചാര ലംഘനങ്ങളും കേരളത്തിലെ ഭക്തസമൂഹത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു മോഷണം എന്നതിലുപരിയായിട്ട് അയ്യപ്പൻ്റെ ചൈതന്യത്തെയും ക്ഷേത്രത്തിൻ്റെ പവിത്രതയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെയാണ് ഓരോ ദിവസവും ഈ കേസ് കടന്നു പോകുന്നത്. അന്വേഷണത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടം ആരംഭിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലോടെയാണ്. കേവലം മോഷണത്തിനപ്പുറമായിട്ട് ഇതിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന പ്രാഥമിക നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ECR രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്ന ED ഇപ്പോൾ അതീവ ഗൗരവത്തോടെ അന്വേഷണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏതുതരം സാമ്പത്തിക സ്രോതസ്സുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും മോഷണം പോയ സ്വർണവും പണവും എവിടേക്കാണ് മാറ്റപ്പെട്ടതെന്നും കണ്ടെത്താനാണ് ED ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ 3 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് നിലവിലെ റെയ്ഡുകൾ സൂചിപ്പിക്കുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജുവലറി എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനകൾ ഇതിൻ്റെ തെളിവാണ്. ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഈ സംഘം അത് ഭഗവാന്റെ തിരുവാഭരണങ്ങളും അതോടൊപ്പം തന്നെ സ്വർണവും വിദേശത്തേക്ക് മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കു വേണ്ടി ദുരുപയോഗം ചെയ്തു എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ വസതികളിൽ ED നടത്തുന്ന റെയ്ഡുകൾ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാറിന്റെ വസതിയിൽ നടന്ന പരിശോധന ഇതിലേറ്റവും പ്രധാനമാണ്. പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന പല തീരുമാനങ്ങളും സംശയത്തിന്റെ നിഴലിലാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഉന്നത പദവികൾ അലങ്കരിച്ചവർ തന്നെ ഇത്തരം ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നത് അത് ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു, മുൻ അംഗം KP ശങ്കർദാസ് എന്നിവരുടെ വസതികളിലും അന്വേഷണ സംഘം എത്തിയത് കേസിലെ ഉന്നതതലത്തിലുള്ള ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിൽ യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടവർ തന്നെ ഈ മോഷണ കേസിലും ആരോപണ വിധേയരാകുന്നത് അയ്യപ്പ ഭക്തർക്കിടയിൽ പോലും വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണമായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് ഭഗവാന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിച്ചവർക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ലെന്ന സന്ദേശമാണ് ഈ റെയ്ഡുകൾ നൽകുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ നടത്തുന്ന ഇടപെടലുകൾ അതീവ പ്രസക്തമാണ്. ജസ്റ്റിസ് K. രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ച് അന്വേഷണ സംഘത്തിന് കർശനമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് ശബരിമലയിൽ നടന്ന എല്ലാ ഇടപാടുകളും പുനഃപരിശോധിക്കണമെന്ന കോടതിയുടെ ഉത്തരവ് തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. 2019 മുതൽ 2025 വരെയുള്ള കാലയളവ് മാത്രമല്ല, അതിനു മുൻപുള്ള വർഷങ്ങളിലെ സ്വർണ്ണ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. BSSC നടത്തിയ രാസപരിശോധനാ റിപ്പോർട്ടിൽ നിലവിൽ സന്നിധാനത്തുള്ള ലോഹങ്ങൾ യഥാർത്ഥ സ്വർണ്ണമല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. മോഷണം പോയ സ്വർണ്ണത്തിന് പകരം വ്യാജമായ ഏതോ ലോഹം സ്ഥാപിച്ച് ഭക്തരെയും കോടതിയെയും കബളിപ്പിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഭഗവാന്റെ ശ്രീകോവിലിലെ കട്ടളപ്പടിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ തന്നെ മാറ്റി സ്ഥാപിക്കപ്പെട്ടുവെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികളായവർ നിലവിൽ ജയിലിലാണെങ്കിലും ED കൂടി രംഗത്തെത്തിയതോടെ ഇവരുടെ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ ഇപ്പോൾ മങ്ങുകയാണ്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചാൽ പോലും കള്ളപ്പണ നിരോധന നിയമപ്രകാരം ED ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള പ്രതികൾ മാസങ്ങളായിട്ട് തടവിൽ കഴിയുന്നത് കേസിലെ തെളിവുകളുടെ ബലം കാരണമാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ജയിൽവാസം ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർക്കും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഇനി മോചനം ലഭിക്കില്ല. ശബരിമലയിലെ മോഷണം എന്നത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രവൃത്തിയല്ല, മറിച്ച് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഒരു വലിയ മാഫിയയുടെ ആസൂത്രിത നീക്കമാണെന്ന് കോടതി തന്നെ ഇവിടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഭണ്ഡാരത്തിലേക്ക് എത്തുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കുകൾ അത് കൃത്യമായി സൂക്ഷിക്കാത്തതും അവ പങ്കിട്ടെടുക്കുന്നതുമൊക്കെ തന്നെ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണെന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. സന്നിധാനത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അന്തിമ റിപ്പോർട്ട് ഫെബ്രുവരി 9 സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അഷ്ടദിക്പാലകരുടെയും അതോടൊപ്പം തന്നെ മറ്റ് വിഗ്രഹങ്ങളെയും അപഹരിച്ചവരെയൊക്കെ തന്നെ അവർക്ക് ഒത്താശ ചെയ്തവരെയും കണ്ടെത്തുന്നതുവരെ ഭക്തർക്ക് വിശ്രമമില്ല. ഒരു കാലത്തും ആരും ചോദിക്കാനുണ്ടാകില്ലെന്ന അഹങ്കാരത്തിൽ അയ്യപ്പൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കിയവർക്ക് ശിഷ്ടകാലം അഴിക്കുള്ളിൽ കഴിയേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നിലവിലെ നിയമ നടപടികളൊക്കെ തന്നെ നൽകുന്നത്.